പാലക്കാട് സഹകരണ ആശുപത്രിയിൽ 25 നഴ്സുമാരെ അന്യായമായി പുറത്താക്കിയതായി പരാതി. കാലാവധി പൂർത്തിയായിട്ടും ട്രെയിനികളായി ജോലി ചെയ്യാൻ വിസമ്മതിച്ചതാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആശുപത്രി ഭരണസമിതി ജീവനക്കാരെ പുറത്താക്കിയത്. മാനേജ്മെന്റ് നിലപാടിനെതിരെ BMS നേതൃത്വത്തിൽ നഴ്സുമാർ ആശുപത്രിക്ക് മുമ്പിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ട്രെയിനികളായി ജോലിക്ക് കയറുമ്പോൾ 1 വർഷം കഴിഞ്ഞാൽ സ്ഥിരപ്പെടുത്താമെന്നായിരുന്നു മാനേജ്മെന്റ് വാഗ്ദാനം. വർഷം 1 കഴിഞ്ഞിട്ടും 2000-നും 3000-നും ഇടയിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യാൻ തയ്യാറാണെന്ന കരാറിലൊപ്പിടാൻ സഹകരണ ആശുപത്രി മാനേജ്മെന്റ് നഴ്സുമാരടക്കമുള്ള ജീവനക്കാരോട് ആവശ്യപ്പെടുകയായിരുന്നു. കരാറിലൊപ്പിടാൻ വിസമ്മതിച്ച 25 പേരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആശുപത്രി മാനേജ്മെന്റ് പുറത്താക്കി. ഈ കുട്ടികൾക്കൊക്കെ ഇപ്പം കൊടുക്കുന്ന ശമ്പളം, സ്റ്റാർട്ടിംഗ് ശമ്പളം 2000 രൂപയാണ് കൊടുക്കുന്നത്. തീർച്ചയായും ആ ശമ്പളം കൊണ്ട് ഒരിക്കലും കുട്ടികൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഒരു കുട്ടികൾക്ക് ബസ് ഫെയർ പോലും തികയില്ല. പക്ഷേ അവർ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇവരെ ട്രെയിനിയായിട്ട് നിന്നാൽ മതി, ട്രെയിനിയായിട്ട് ഞങ്ങൾ നിന്നാൽ മതി പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ജോലിക്ക് നിന്നാൽ മതി എന്ന് പറയുകയാണ്. മിനിമം വേതനമടക്കമുള്ള ആവശ്യങ്ങളും BMS നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുൻപിൽ നടക്കുന്ന സമരത്തിലൂടെ നഴ്സുമാരും ജീവനക്കാരും ഉന്നയിക്കുന്നുണ്ട്. 4ാം ദിവസത്തിലേക്ക് കടന്നിട്ടും സമരം ചെയ്യുന്ന തൊഴിലാളികളുമായി ചർച്ചയ്ക്ക് ഇതുവരെ ആശുപത്രി മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. മാനേജ്മെന്റ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ആശുപത്രിയിലെ കൂടുതൽ ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തി സമരം ശക്തിപ്പെടുത്താനാണ് നഴ്സുമാരുടെ തീരുമാനം. റിപ്പോർട്ടർ, പാലക്കാട്.